ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിലെ 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈശോ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നതാണ് ഇന്നത്തെ പ്രമേയം. കുഷ്ഠരോഗിയായവൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം അവൻ്റെ കുഷ്ഠം അവനെ വിട്ടുമാറുകയാണ്. ഈശോ പറഞ്ഞു, നീ ഇതേപ്പറ്റി ആരോടും പറയരുത്. നീ നിന്നെ തന്നെ ദേവാലയത്തിലെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കണം. നിന്റെ രോഗം സുഖപ്പെടുത്തിയെന്ന് അവർ സാക്ഷ്യപ്പെടുത്തും. ഇസ്രായേൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമം അനുസരിച്ച് കുഷ്ഠരോഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതും അത് മാറിയെന്ന് ബോധ്യപ്പെടുത്തേണ്ടതും പുരോഹിതരുടെ ഉത്തരവാദിത്വമാണ്. അവരാണ് തെളിവുകളും രോഗലക്ഷണങ്ങളും രോഗം മാറിയതിൻ്റെ സാഹചര്യ തെളിവുകളും ലക്ഷണങ്ങളും ഒക്കെ വിലയിരുത്തി ഒരുവന് കുഷ്ഠനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുക. ഇത് കൃത്യമായിട്ട് ഒരു പുരോഹിതൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കുഷ്ഠം മാറിയ ഒരാൾക്ക് പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു സാക്ഷ്യപ്പെടുത്തലിനെ തുടർന്നാണ് അവർ കുഷ്ഠരോഗം സ്ഥിരീകരിക്കപ്പെട്ട് സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്നത്. ഈശോ കൃത്യമായിട്ട് അത് പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വം അവർ തന്നെ ചെയ്യട്ടെ എന്ന് കരുതി അവനെ പറഞ്ഞയക്കുകയാണ്. പക്ഷേ ഈശോ പറഞ്ഞ ഒരു കാര്യം അവൻ മനസ്സിലാക്കിയില്ല, ഉൾക്കൊണ്ടില്ല. നീ ഇതേപ്പറ്റി ആരോടും പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അവൻ തനിക്ക് ലഭിച്ച അത്ഭുതത്തെപ്പറ്റി പൊതുജനങ്ങളോടെല്ലാം വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് സംഭവിച്ച സാഹചര്യം മറ്റൊന്നായിരുന്നു. ഈശോയ്ക്ക് പിന്നീട് പരസ്യമായിട്ട് അവിടെ പ്രസംഗിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്ത വണ്ണം ജനങ്ങൾ ഈശോയെ തേടി എത്താനും അത്ഭുതങ്ങളും അടയാളങ്ങളും ആഗ്രഹിച്ച് അവൻ്റെ അടുക്കൽ എത്താനും തുടങ്ങിയപ്പോൾ ഈശോ വിജന സ്ഥലത്തേക്കും വന്മാറി അവിടെ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു. എന്നാൽ അറിഞ്ഞു കേട്ട ആൾക്കാർ പലയിടങ്ങളിൽ നിന്ന് അവൻ്റെ അടുക്കലെത്തി വചനം ശ്രവിക്കാനായിട്ട് കടന്നു വരുന്നു. 2-3 കാര്യങ്ങൾ നമുക്കിവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, കുഷ്ഠരോഗിയുടെ മനോഭാവം. പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പിതാവും ഗെത്സമേൻ തോട്ടത്തിൽ ഈശോയൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അതേ മനോഭാവത്തിലൂടെയാണ് ഈ കുഷ്ഠരോഗിയും കടന്നു പോവുക. എനിക്ക് രോഗം മാറണമെന്നല്ല അവൻ ഈശോയോട് പറയുന്നത്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധനാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ സ്വയം കൈയാളിച്ചു കൊടുക്കുന്ന ഒരു നന്മ അത് ആ കുഷ്ഠരോഗിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്നിലും നിങ്ങളിലും അതുണ്ടാവുക തന്നെ വേണം. ദൈവത്തിൽ നിന്ന് അവകാശമായിട്ട് നമുക്കൊന്നും കിട്ടാനില്ല, എല്ലാം ദാനമാണ്. അവിടുന്നേക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനയിൽ അവകാശവാദങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് കർത്താവെ, നിൻ്റെ തിരുഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നാം കാണുന്നത് ഈശോയുടെ മനോഭാവമാണ്. കുഷ്ഠരോഗം അവനിൽ നിന്ന് എടുത്തു മാറ്റുന്നു, അവൻ രോഗവിമുക്തനാകുന്നു. അത് ഈശോയ്ക്ക് ബോധ്യമുള്ള കാര്യമാണ്. എങ്കിലും നാട്ടുനടപ്പനുസരിച്ച് നീ പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കണം. അധികാരത്തോട് കീഴ്വഴങ്ങി ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈശോ. അവൻ സ്വയം പ്രഖ്യാപിക്കുകയല്ല ചെയ്യുക. പ്രഖ്യാപിക്കാനുള്ള ദൗത്യം അവിടുന്ന് പുരോഹിതന്മാർക്ക്, സഭ അല്ലെങ്കിൽ ആരാണോ അത് ചെയ്യേണ്ടത് അവർ ചെയ്യണമെന്ന് ഈശോ പറഞ്ഞ് നിലനിൽക്കുന്ന സംവിധാനങ്ങളോട് വിധേയപ്പെടാൻ, പൊരുത്തപ്പെടാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഈശോ അവനോട് പറഞ്ഞു, നീ നിനക്ക് അത്ഭുതകരമായ സൗഖ്യം കിട്ടിയത് ആരോടും പറയരുത്. ഈശോ നോ എന്ന് പറഞ്ഞ കാര്യം അവൻ
ഈശോയുടെ വാക്കുകളെ ധിക്കരിച്ച്, ഒരുപക്ഷെ ഈശോ അവനിൽ പ്രവർത്തിച്ച വൻ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടൊക്കെ ആകാം. പക്ഷെ ഈശോ പറഞ്ഞു ചെയ്യരുത് എന്ന് അവനത് ചെയ്തു. അതുകൊണ്ടാണ് പരസ്യമായിട്ട് പ്രബോധനങ്ങളുമായിട്ട് ഈശോയ്ക്ക് പിന്നീട് ഇസ്രായേലിൻ്റെ പട്ടണങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കാത്ത വണ്ണം ജനങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയപ്പോൾ ഈശോ വിജനതയിലേക്ക്, മലയിലേക്ക് പിന്മാറുന്നു, പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില താബൂസ് ഉണ്ട്. അങ്ങനെ വേണം, ഇങ്ങനെ വേണ്ട. അത് പാലിക്കുവാനും നിർബന്ധമായിട്ട് അനുശാസനങ്ങൾക്ക് വിധേയപ്പെടുവാനും നമുക്ക് സാധിക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഈശോ നൽകുന്നുണ്ട്. ഇവിടെ നാം കാണുന്നു, ഈശോ ദൂരെ ആയിരുന്നപ്പോഴും, 4ാമത്തെ പോയിന്റാണ്, ദൂരെ ആയിരുന്നപ്പോഴും അവനെ തേടിയെത്താൻ വേണ്ടി കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഈശോ എവിടെയാണോ അവിടെ എത്തി സൗഖ്യം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ വികാരം യേശുവിലേക്ക് ഓടി അണയാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ അസ്വസ്ഥതകളും നമ്മളെ അലട്ടുമ്പോൾ തമ്പുരാൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്നതിൻ്റെ സുഖം അനുഭവിക്കാൻ, ഈശോയെ നീയാണ് എൻ്റെ ആശ്രയം, നിനക്ക് മാത്രമേ എന്നെ സൗഖ്യപ്പെടുത്താനാകൂ എന്ന തിരിച്ചറിവോടെ യേശുവിലേക്ക് അടുക്കാൻ, യേശുവിൻ്റെ അനുഗ്രഹങ്ങളോട് ഒട്ടി നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ 4 ചിന്തകളും നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മേഖലയാക്കി മാറ്റാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.